നമസ്കാരം. കൊലപാതകം വഴിമാറിയ വിധി. കടുവാക്കൂട്ടിലേക്ക് എടുത്തു ചാടിയവൻ, പെരുമാറ്റ ദൂഷ്യത്തിന് പുറത്തായ അധ്യാപകൻ, അങ്ങനെ നിരവധി കഥകളുമായി ക്രൈംബ്രാഞ്ച് ആരംഭിക്കുന്നു. കുറ്റകൃത്യങ്ങളെ പ്രേക്ഷകരുടെ നീതിബോധത്തിന് വിട്ടുകൊണ്ട് വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. മാധ്യമ വിമർശകൻ കൂടിയായ അധ്യാപകൻ ഷാജി ജേക്കബിനെ പെരുമാറ്റ ദൂഷ്യത്തിന് കാലടി സർവകലാശാലയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത വാർത്തയാണ് ക്രൈം നമ്പർ 1. അധ്യാപകൻ ഷാജി ജേക്കബിനെതിരെ കേസെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. അധ്യാപക സമൂഹത്തിന് അപമാനമുണ്ടാക്കിയ ഷാജി ജേക്കബിനെ ക്യാമ്പസിൽ പ്രവേശിപ്പിക്കില്ലെന്ന നിലപാടിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും. സ്വഭാവദൂഷ്യത്തിന് വിദ്യാർത്ഥികൾ നൽകിയ പരാതിയെ തുടർന്ന് ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ മലയാള വിഭാഗം അധ്യാപകൻ ഡോക്ടർ ഷാജി ജേക്കബിനെ സസ്പെൻഡ് ചെയ്തുവെങ്കിലും ഇതുവരെയും പോലീസ് കേസെടുത്തിട്ടില്ല. 2 ആൺകുട്ടികളും 18 പെൺകുട്ടികളുമുള്ള 2ാം വർഷ PG ക്ലാസ്സിൽ പലതവണ അധ്യാപകൻ പെൺകുട്ടികളോട് മോശമായി പെരുമാറിയതിനാണ് സസ്പെൻഡ് ചെയ്തതെന്ന് മലയാള വിഭാഗം മേധാവി ഡോക്ടർ KS രവികുമാർ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആധിപത്യപരമായ പെരുമാറ്റം മൂലവും കൂടുതൽ വിഷമിപ്പിക്കുന്നു. അതുകൊണ്ട് ആ കുട്ടികളുടെ ഡെസർട്ടേഷൻ വർക്ക് ഇങ്ങനെ പോയാൽ പ്രയാസമാകും എന്നുള്ള ക്ലാസിൻ്റെ ഒരു പൊതുവികാരം ആ വിദ്യാർത്ഥി എന്നെ അറിയിച്ചു. ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപകർക്ക് അക്കാര്യം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ തീരുമാനങ്ങളെടുത്തു. അധ്യാപക സമൂഹത്തിന് അപമാനം സൃഷ്ടിച്ച ഷാജി ജേക്കബിനെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് സംസ്കൃത സർവകലാശാലയിലെ അധ്യാപക സംഘടനയായ ASSUT ജനറൽ സെക്രട്ടറി VG ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. സമൂഹത്തിന് തന്നെ മാതൃകയാകേണ്ടതുമായ ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുകയും മറ്റും ചെയ്യുന്നത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്തതാണ്. അത്തരക്കാർക്കെതിരെ കർശനമായ നടപടികൾ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് തന്നെയാണ് സംഘടനയുടെ സുവ്യക്തമായിട്ടുള്ള അഭിപ്രായം. രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ തുടർന്ന് അധ്യാപകന്റെ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമാണ് ഷാജി ജേക്കബിനെതിരെ പോലീസ് കേസെടുക്കാത്തതെന്ന് SFI കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് റഫീഖ് ആരോപിച്ചു. ഈ വിഷയത്തെ രാഷ്ട്രീയമായ ചില മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഈ അധ്യാപകനെ ഈ സർവകലാശാല ക്യാമ്പസിൽ ഇനി ക്ലാസ് എടുക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് SFIയുടെ നിലപാട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. രാജീവ് ഗാന്ധി വധക്കേസിൽ 3 പ്രതികളുടെ വധശിക്ഷ ജീവപര്യന്തമാക്കി സുപ്രീം കോടതി ഇളവ് ചെയ്തു. ശാന്തൻ, മുരുകൻ, പേരറിവാളൻ എന്നീ പ്രതികളുടെ വധശിക്ഷയാണ് റദ്ദാക്കിയത്. ദയാഹർജികളിന്മേൽ തീരുമാനമെടുക്കാൻ താമസിച്ചതാണ് വധശിക്ഷ റദ്ദാക്കാനുള്ള കാരണം. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ വധിച്ച കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പേരറിവാളൻ, ശാന്തൻ, മുരുകൻ എന്നിവരുടെ ഹർജി പരിഗണിച്ചാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധി. 3 പേരുടെയും വധശിക്ഷ ഇളവ് ചെയ്ത സുപ്രീം കോടതി ശിക്ഷ ജീവപര്യന്തമാക്കുകയും ചെയ്തു. പ്രതികളുടെ ദയാഹർജി പരിഗണിക്കുന്നത് രാഷ്ട്രപതി വൈകിയത് കണക്കിലെടുത്താണ് ചീഫ് ജസ്റ്റിസ് P സദാശിവം അധ്യക്ഷനായ ബെഞ്ച് ശിക്ഷാ ഇളവ് നൽകിയത്. കാലതാമസം എങ്ങനെയുണ്ടായി എന്നതിന് കേന്ദ്ര സർക്കാർ നിരത്തിയ വാദങ്ങളും സുപ്രീം കോടതി പൂർണ്ണമായും തള്ളി. 23 വർഷം നീണ്ട നിയമ പോരാട്ടത്തിന്റെ വിജയമാണ് കോടതി വിധിയെന്ന് പ്രതികളിലൊരാളായ പേരറിവാളന്റെ മാതാവ് അർപ്പുതമ്മാൾ പ്രതികരിച്ചു. இவங்க விடுதலையாகணும், இவங்களுக்கு தண்டனை குறைப்பு நடக்கணும்னு பாடுபட்ட ஒவ்வொரு நல்ல உள்ளங்களுக்கும் நான் முதல்ல நன்றியை சொல்றேன். எந்த தவறும் செய்யாத 23 ஆண்டு அவன் தண்டனை அனுபவிக்கிறான், மரண தண்டனை சிறைவாசியா இத்தனை ஆண்டு இருக்கிறான் அப்படின்னும் போது கிருஷ்ணய்யர் தோற்றுவிச்ச மரண தண்டனை எதிர்ப்பு மக்கள் இயக்கம், மக்கள் மேற்கொண்ட இந்த பிரச்சாரமும் தான் இன்னைக்கு நம்ம சதாசிவம் பெஞ்ச் இப்படி ஒரு தீர்ப்பை மனதன்னைக்கு எதிராக தர்றதுக்கு ஒரு காரணமா அமைஞ்சதுன்னு பெருமையா நாம தமிழ்நாட்டில் இருக்கிறவங்க சொல்லிக்கலாம். വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതികളുടെ ദയാഹർജി പരിഗണിക്കുന്നതിന് പുതിയ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. രാജീവ് വധക്കേസിലെ പ്രതികളുടെ ദയാ ആവശ്യം പരിഗണിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടായി. 2000-ൽ സുപ്രീം കോടതി ശരിവെച്ച വധശിക്ഷയിൽ മേലുള്ള ദയാഹർജി രാഷ്ട്രപതി തീർപ്പ് കൽപ്പിക്കുന്നത് 11 വർഷത്തിനു ശേഷം. ഇത് അംഗീകരിക്കാനാവില്ലെന്ന് ബെഞ്ച് അറിയിച്ചു. സുപ്രീം കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായി ജസ്റ്റിസ് KT തോമസ് പറഞ്ഞു. ഞാൻ വിധിയെ സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ തന്നെ എൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. 22 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവപര്യന്തത്തിന് 14 വർഷം കഴിഞ്ഞാൽ അവരെ മോചിപ്പിക്കാൻ സാധിക്കുമോ എന്ന് അവർക്ക് ഒരു അവകാശമുണ്ട് പരിഗണിക്കാനായിട്ട്. പിന്നെ അവരെ വധശിക്ഷയ്ക്ക് വിധിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറ്റത്തിന് 1 ശിക്ഷ മാത്രം അനുവദനീയമായ ഇന്ത്യൻ പീനൽ കോഡിൽ 2 ശിക്ഷ ഒരാൾക്ക് കൊടുക്കുന്നതിന് തുല്യമാകും. അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നുള്ളത് എൻ്റെ നിലപാട്. ഞാൻ സുപ്രീം കോടതി ഈ നിലപാടെടുക്കുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി നൽകുന്നതാണ് വിധി. എസ് സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി.
SIA മണൽക്കടത്ത് സംഘം ആക്രമിച്ച വാർത്തയാണ് അടുത്തത്. ബേക്കൽ SIM രാജേഷിന് ഗുരുതരമായി പരിക്കേറ്റു. SIA മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ പള്ളിക്കര കല്ലിങ്കാലിലാണ് പോലീസിനു നേരെ മണൽ മാഫിയയുടെ ആക്രമണമുണ്ടായത്. പരിശോധനയ്ക്കിടയിൽ കൈകാണിച്ച് നിർത്തിയ മണൽ ലോറി പിടിച്ചെടുക്കാൻ ശ്രമിച്ച SI രാജേഷിനെ മതിലിനോട് ചേർത്ത് ലോറി ഇടിച്ചു കയറ്റി വധിക്കാൻ ശ്രമിക്കുകയായിരുന്നു. 2 തവണ ലോറി ഇടിച്ചു കയറ്റിയെങ്കിലും ഒഴിഞ്ഞു മാറിയതിനാൽ ലോറിക്കും മതിലിനുമിടയിൽപ്പെടാതെ SI രക്ഷപ്പെട്ടു. എന്നാൽ ലോറി തട്ടി തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. കാസർഗോഡ് AR ക്യാമ്പിലെ കോൺസ്റ്റബിൾ പ്രദേശിന് കാലിന് പരിക്കേറ്റു. ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് പോലീസിൻ്റെ രക്ഷയ്ക്കെത്തിയത്. ഇതിനിടെ മണൽ ലോറിയുടെ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. ആലുവ സ്വദേശി അക്കീമിൻ്റെ പേരിലുള്ള രജിസ്ട്രേഷനെങ്കിലും കാസർഗോഡ് ജില്ലയിൽ മണൽ കള്ളക്കടത്തിന് ലോറി ഉപയോഗിച്ചു വന്നതായി സംശയിക്കുന്നു. ഓസ്തൂർക്ക് CIയുടെ നേതൃത്വത്തിൽ പോലീസ് ഊർജിത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈയിടെ മഞ്ചേശ്വരം SI ആയിരുന്ന ബിജുലാലിനെയും മണൽ മാഫിയ ആക്രമിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ATMിൽ നിന്ന് പണം തട്ടിയെടുത്ത് ആഡംബര ജീവിതം നയിച്ച യുവാവ് പോലീസിന്റെ പിടിയിലായി. എറണാകുളത്തെ സ്വകാര്യ കോളേജ് വിദ്യാർത്ഥിയായ ബ്ലസനാണ് കോട്ടയത്ത് പോലീസിന്റെ പിടിയിലായത്. മോഷ്ടിച്ചെടുത്ത ATM കാർഡുകൾ ഉപയോഗിച്ചായിരുന്നു പണം കവർച്ച ചെയ്തത്. മോഷണം നടത്തിയ ATM കാർഡുകൾ ഉപയോഗിച്ച 10,000-കണക്കിന് രൂപ പിൻവലിച്ച ഉല്ലാസ ജീവിതം നയിച്ചു പോരുന്നതിനിടെയാണ് കോളേജ് വിദ്യാർത്ഥിയായ തൊടുപുഴ സ്വദേശി ബ്ലസൻ പോലീസിന്റെ വലയിലാകുന്നത്. ജനുവരി 1 കോട്ടയത്തു നിന്നും പാലയ്ക്ക് പോയ KSRTC ബസ്സിലെ യാത്രക്കാരി ഐമനം ലക്ഷ്മി നിവാസിൽ ലീല കൈമളിന്റെ കയ്യിൽ നിന്ന് പണവും ATM കാർഡുകളും അടങ്ങിയ ബാഗ് ബ്ലസൻ മോഷ്ടിക്കുകയായിരുന്നു. ബാഗിലുണ്ടായിരുന്ന 3 ATM കാർഡുകളിൽ 2 എണ്ണത്തിൽ രഹസ്യ നമ്പർ കാർഡിൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. ഇതാണ് ബ്ലസന് പണം തട്ടിയെടുക്കാൻ സഹായകരമായതെന്ന് പോലീസ് വ്യക്തമാക്കി. ഈരാറ്റുപേട്ടയിലെ ATM കൗണ്ടറിൽ നിന്ന് 4,000 രൂപയും തൃശൂരിലെ ATM കൗണ്ടറിൽ നിന്ന് 13,600 രൂപയും ബ്ലസൻ മോഷ്ടിച്ചു. തുടർന്ന് ഈ പണവുമായി കോവളത്തേക്ക് പോയ ബ്ലസൻ ഉല്ലാസ ജീവിതം നയിക്കുകയായിരുന്നു. എറണാകുളത്ത് സ്വകാര്യ കോളേജ് വിദ്യാർത്ഥിയായ ഇയാൾ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പിടിയിലായത്. ബാഗും ATM കാർഡുകളും മോഷണം പോയ കാര്യം ഷീല കൈമൾ പോലീസിനെ അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയം SPയുടെ നേതൃത്വത്തിൽ ഷാഡോ പോലീസ് രഹസ്യമായി അന്വേഷണം നടത്തി ബ്ലസനെ കസ്റ്റഡിയിലെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കൂടുതൽ തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലുമായി കോട്ടയം വെസ്റ്റ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നിലമ്പൂർ കോൺഗ്രസ് ഓഫീസ് കൊലപാതകത്തിലെ പ്രതി ബിജു നായർക്കെതിരെ ബലാത്സംഗ കുറ്റത്തിന് പോലീസ് കേസെടുത്തു. ഫോറൻസിക് സർജൻ ഷേർലി വാസുവിന്റെ വെളിപ്പെടുത്തൽ പീപ്പിൾ പുറത്തുവിട്ടതിനെ തുടർന്നാണ് കേസെടുത്തത്. അതേസമയം പ്രതികളുടെ ജീവന് ഭീഷണിയുള്ളതായി റിമാൻഡ് റിപ്പോർട്ട് പീപ്പിൾ പുറത്തുവിട്ടു. ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന രീതിയിൽ എന്തെങ്കിലും മുറിവുകൾ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അത് ഉള്ള ജെനിറ്റൽ പെർഫറേഷൻ ഒരു ഒബ്ജക്റ്റ് വെച്ചാണെങ്കിലും സെക്ഷൽ അസോൾട്ടിന്റെ ആണെന്നുള്ളതാണ് പാർലമെന്റിന്റെ പുതിയ നിയമം അനുസരിച്ച് ഞങ്ങൾക്കുള്ള അറിവ്. പോലീസ് അത് പാർലമെന്റ് എടുത്ത തീരുമാനം അല്ലേ അനുസരിക്കുക. ഞങ്ങൾക്ക് അത് ഇപ്പം വക്കീലുമായിട്ട് പറഞ്ഞു തരേണ്ടി വരും. ഇതാണ് ഈ കുറച്ച് ദിവസമായിട്ട് ഉണ്ടായിരുന്ന തർക്കം. ഇതാണ് ചൂല് വെച്ച് കുത്തിയതേ ഉള്ളൂ. ചൂല് എൻ്റെ ഡോക്ടർ കണ്ടെടുത്തിട്ടുണ്ട്. ചൂല് അയാൾ സമ്മതിച്ചിട്ടുണ്ടെന്ന് പോലീസ് വിളിച്ചു പറഞ്ഞു. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഷെർലി വാസുവിന്റെ വെളിപ്പെടുത്തൽ കൈരളി പീപ്പിൾ പുറത്തുവിട്ടതോടെയാണ് പ്രതികൾക്കുമേൽ ബലാത്സംഗ കുറ്റം ചുമത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. ഇതനുസരിച്ച് പ്രതികൾക്കുമേൽ 376 വകുപ്പ് പ്രകാരം കേസെടുത്തു. 302 വകുപ്പ് അനുസരിച്ച് കൊലക്കുറ്റത്തിനുള്ള കേസ് മാത്രമായിരുന്നു ഇരുവർക്കുമെതിരെ ചുമത്തിയിരുന്നത്. അതേസമയം അന്വേഷണ സംഘം നിലമ്പൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ട് കൈരളി പീപ്പിൾ പുറത്തുവിട്ടു. ബലാത്സംഗം നടന്നതായി ഇതിൽ പറയുന്നില്ല. പ്രതികളുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് പറയുന്ന റിപ്പോർട്ടിൽ ഭീഷണി എവിടെ നിന്നെന്ന് വ്യക്തമാകുന്നില്ല. ബിജുവിൻ്റെ മൊബൈൽ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് മാത്രമാണ് അന്വേഷണം നടന്നത്. 9 മണിയോടെ കൊല്ലപ്പെട്ട രാധയുടെ മൃതദേഹം
കോൺഗ്രസ് ഓഫീസിൽ നിന്ന് മാറ്റിയ സമയവും റിപ്പോർട്ടിലില്ല. മൃതദേഹം ഒളിപ്പിച്ച ശേഷം കൊലയാളികൾ ആരുമെല്ലാമായി ബന്ധപ്പെട്ടുവെന്നതും അവ്യക്തമായി തുടരുന്നു. രാധ ജോലി ചെയ്തിരുന്ന മറ്റു ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നതായും റിപ്പോർട്ടിൽ പരാമർശമില്ല. AK ലതീഷ്, മലപ്പുറം. പോലീസ് പൊതുപരിപാടി അലങ്കോലമാക്കിയ വാർത്തയാണ് തൃശൂർ ബ്യൂറോ നൽകുന്നത്. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ സമാപനത്തോടനുബന്ധിച്ചുള്ള കലാസാംസ്കാരിക പരിപാടി പോലീസ് അലങ്കോലപ്പെടുത്തുകയായിരുന്നു. മന്ത്രിമാരും സിനിമാ താരങ്ങളും പങ്കെടുത്ത പരിപാടി തൃശൂർ ഡെപ്യൂട്ടി കമ്മീഷണർ ഹരിശങ്കരന്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് കൈയേറി അവസാനിപ്പിച്ചത്. സംഘർഷത്തിൽ മന്ത്രി AP അനിൽകുമാറിന്റെ PAയ്ക്കും നാട്ടുകാർക്കും മർദ്ദനമേറ്റു. സർക്കാർ ഏറെ കൊട്ടിഘോഷിച്ചു നടത്തിയ പരിപാടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ കാർമ്മികത്വത്തിൽ അലങ്കോലമാകുന്ന കാഴ്ചയ്ക്കാണ് ഇന്നലെ രാത്രി തൃശൂർ തേക്കിൻകാട് മൈതാനം സാക്ഷിയായത്. ഉദ്ഘാടകനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പതിവ് പോലെ മണിക്കൂറുകൾ വൈകിയാണ് പരിപാടിക്കെത്തിയത്. 4 മണിക്ക് നിശ്ചയിച്ച GKSFന്റെ സമാപന ചടങ്ങ് ആരംഭിച്ചത് 7:30-നായിരുന്നു. വൈകി തുടങ്ങിയ കലാപരിപാടികൾ 10:30 അവസാനിപ്പിക്കണമെന്ന പോലീസിന്റെ കടുംപിടുത്തമാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. സിനിമാ താരങ്ങളായ സുരാജ് വെഞ്ഞാറമൂട്, ഷംന കാസിം എന്നിവരുടെ കലാപരിപാടികൾ നടക്കുന്നതിനിടെയായിരുന്നു പോലീസിന്റെ ഇടപെടൽ. ഈ പരിപാടിക്ക് മാത്രമായി വൈകിട്ട് മസ്കറ്റിൽ നിന്നെത്തിയതായിരുന്നു സുരാജ് വെഞ്ഞാറമൂട്. GKSF സംഘാടകരോടും മന്ത്രി അനിൽകുമാറിന്റെ സ്റ്റാഫ് അംഗങ്ങളോടും പോലീസ് പലതവണ തട്ടിക്കയറി. ചടങ്ങിനെത്തിയ ക്ഷണിക്കപ്പെട്ട താരങ്ങളെയും പോലീസ് വെറുതെ വിട്ടില്ല. തുടർന്ന് 10 മിനിറ്റോളം സ്റ്റേജിന് മുന്നിൽ പോലീസും സംഘാടകരുമായി കയ്യാങ്കളി അരങ്ങേറി. പോലീസ് മർദ്ദനത്തിൽ നാട്ടുകാർക്കും മന്ത്രി അനിൽകുമാറിന്റെ ഓഫീസ് സ്റ്റാഫുകൾക്കും പരിക്കേറ്റു. ഒടുവിൽ പോലീസ് സ്റ്റേജ് കയ്യേറി വൈദ്യുതി വിച്ഛേദിച്ചാണ് പരിപാടി അവസാനിപ്പിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച നാട്ടുകാരെ പോലീസ് ലാത്തി വീശി ഓടിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അയൽവാസിയുടെ കിടപ്പാടത്തിന്റെ അടിവാരം തോണ്ടിയെടുത്ത് മണ്ണുപയോഗിച്ച് അനധികൃതമായി നിലം നികത്തി മാളിക പണിയാൻ അധികൃതരുടെ ഒത്താശ. നിരവധി പരാതികൾ നൽകിയെങ്കിലും പരിഹാരം കാണാതെ കിടപ്പാടം ഉപേക്ഷിച്ചു പോകേണ്ട ഗതികേടിലാണ് അടൂർ പഴകുളം സ്വദേശി കുഞ്ഞുമോനും കുടുംബവും. മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. നിയമം ലംഘിച്ച് മണ്ണിട്ട് നിലം നികത്താൻ അയൽവാസിയുടെ കിടപ്പാടത്തിന്റെ അടിവാരം തോണ്ടി മണ്ണെടുക്കുന്നത് വിവാദമാകുന്നു. ഇതുകാരണം ജീവിക്കാൻ ഗത്യന്തരമില്ലാതെ അടൂർ പഴകുളം സ്വദേശി കുഞ്ഞുമോനും കുടുംബവും അധികാരികളുടെ കനിവിനായി നിവേദനങ്ങൾ നൽകി കാത്തിരിക്കുകയാണ്. മണ്ണിടിച്ചിൽ തുടർന്നാൽ വീട് തകർന്ന് താനും കുടുംബവും വഴിയാധാരമാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും അധികാരികളുടെ കണ്ണ് തുറക്കുന്ന ലക്ഷണമില്ല. കാരണം മറുവശത്ത് നിൽക്കുന്നത് രാഷ്ട്രീയ പിൻബലവും സാമ്പത്തിക ദല്ലാൽമാരുമാണെന്നതാണ് സത്യം. മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഡ്രൈവറും കൂട്ടാളികളുമാണ് ക്രമം തെറ്റിയ മണ്ണെടുപ്പിനും അനധികൃത നിലം നികത്തലിനും പിന്നിലെന്ന് കുഞ്ഞുമോൻ ആരോപിക്കുന്നു. ഇപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഡ്രൈവറാണ് പുള്ളി, പേഴ്സണൽ ഡ്രൈവറാണ്. അപ്പോൾ പുള്ളി അതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുവാണ്. പിന്നെ നമ്മളിപ്പം ഇതിപ്പോൾ ഇത്രയും വാർത്ത കൊടുത്തതിന് തന്നെ ഇതൊരു ഭീഷണിയായി മാറും. എനിക്ക് നമ്മളൊരു സാധാരണക്കാരനാണ്. ഇപ്പോൾ വീട്ടിലോട്ട് കയറി വൈകിട്ടെങ്ങാണം വരുവാണെങ്കിൽ നമ്മളെ എന്തെങ്കിലും ചെയ്താൽ പോലും ഇതിനകത്ത് ആരും ചോദിക്കാൻ പോലും വരത്തില്ല. ഒരു കുഞ്ഞുമലയുടെ മുകളിലുള്ള കൊച്ചു വീടിനു താഴെയാണ് ബുൾഡോസർ കൊണ്ട് രാപകലില്ലാതെ മണ്ണിടിച്ചിൽ തുടരുന്നത്. കുടിവെള്ളത്തിനായി ആശ്രയിച്ചിരുന്ന 50 അടിയോളം താഴ്ചയുള്ള കിണർ വറ്റിത്തുടങ്ങി. ഇനിയും മണ്ണിടിച്ചിൽ തുടർന്നാൽ കിണർ വെള്ളം എന്നത് ഒരു സ്വപ്നമായി അവശേഷിക്കും. ഇതോടെ കുഞ്ഞുമോനും കുടുംബവും വീടുപേക്ഷിച്ച് നാടും വിട്ടു പോകേണ്ട ഗതികേടിലാകും.
മരപ്പണിയിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ മറ്റൊരിടം കണ്ടെത്തി താമസം ഉറപ്പിക്കാനും കഴിയില്ല. അനധികൃതമായി നിലം നികത്തരുതെന്ന സർക്കാർ നിയമം കാറ്റിൽ പറത്തിയാണ് മണ്ണ് നിറച്ച് നിലം നികത്തുന്നത്. വില്ലേജ് ഓഫീസ് അധികൃതർക്കും ഗ്രാമപഞ്ചായത്തിലുമൊക്കെ നിരവധി പരാതി നൽകിയെങ്കിലും ആരെയും കൂസാതെ മണ്ണിടിച്ചിലും നിലം നികത്തലും തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. വയനാട്ടിൽ അനധികൃത ക്വാറികൾക്ക് പിന്നാലെ ക്രഷർ യൂണിറ്റുകളും പെരുകുകയാണ്. അമ്പലവയൽ, മീനങ്ങാടി പ്രദേശങ്ങളിലെ 7 മലകളിൽ നിന്നുള്ള നിയന്ത്രണാതീത ഖനനങ്ങൾ തുടരുന്നതിനിടെ കുടിവെള്ള സ്രോതസ്സുകൾ വരെ ഇല്ലാതാക്കുന്ന പുതിയ ഖനനങ്ങൾക്ക് അനുമതി നൽകുകയാണ് ഭരണകൂടം. അനൂപ് കെയറിന്റെ റിപ്പോർട്ടിലേക്ക്. മീനങ്ങാടിക്കടുത്ത് കൃഷ്ണഗിരിയിൽ ദേശീയപാതക്കരികിലെ കൊളകപ്പാറ മലയ്ക്ക് മുകളിൽ നിന്നുള്ള കാഴ്ചകളാണിത്. വൻ പാറക്കൂട്ടങ്ങൾ തുരന്നു തീർക്കുന്ന കോറികളും ക്രഷർ യൂണിറ്റുകളും, 40ഓളം അനധികൃത കോറികൾ, 35 ക്രഷർ യൂണിറ്റുകൾ, 30ഓളം മണൽ ഖനന യൂണിറ്റുകൾ. മഴക്കാലം പിന്നിട്ടാൽ മാസങ്ങൾ നീളുന്ന കുടിവെള്ള ദൗർലഭ്യം കൂടാതെ പ്രദേശമാകെ ദുരന്തഭീതിയിലുമാണ്. പാരിസ്ഥിതിക ആഘാത പഠനങ്ങൾ പോലുമില്ലാതെ ഖനന പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിക്കൊണ്ടേയിരിക്കുകയാണ് ഭരണകൂടം. കൊളകപ്പാറയുടെ നിലനിൽപ്പും ഭീഷണിയിലാണ്. മലയ്ക്ക് തൊട്ടുതാഴെ വരെ ഖനന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് കണ്ട് പ്രതിഷേധിക്കുകയാണ് നാട്ടുകാർ. ഒരാഴ്ചയിൽ 3000-ലധികം ടൺ സ്ഫോടക വസ്തുക്കളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പ്രതിദിനം 7000-ലധികം ലോഡ് കല്ലും മണലുമായി ഒരു പ്രദേശത്തെ ആകെ കയറ്റി അയക്കുകയാണ് ഖനന മാഫിയകൾ. എല്ലാവർക്കും ഒരു അസുഖങ്ങളാണ്. മേലൊക്കെ ചൊറിഞ്ഞെടുത്ത് പല സ്ത്രീകളും പുറത്തിറങ്ങാറില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങളെ ജീവിതം. പരിസര മലിനീകരണം കൊണ്ട് പൊറുതിമുട്ടിയ നാട്ടുകാർ അവസാനഘട്ട പ്രതിരോധത്തിലാണ്. നാടുകാക്കാൻ ഭരണാധികാരികളുടെ പിന്തുണ പക്ഷേ ഇവർക്കില്ല. കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് കഞ്ചാവ് കടത്ത് വ്യാപകം. കോഴിക്കോട് 1.5 കിലോ കഞ്ചാവുമായി മൈസൂർ സ്വദേശി പിടിയിലായി. ബൈരകുപ്പ സ്വദേശി അബ്ദുൾ അസീസാണ് പിടിയിലായത്. കർണാടക അതിർത്തി വഴി താമരശ്ശേരിയിലെ ഏജന്റിന് നൽകാനെത്തിച്ച കഞ്ചാവാണ് പോലീസ് പിടികൂടിയത്. റൂറൽ SP അഷറഫിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് SP-യുടെ പ്രത്യേക സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവുമായി മൈസൂർ സ്വദേശി അബ്ദുൾ അസീസ് പിടിയിലായത്. 1.5 കിലോ കഞ്ചാവ് ഇയാളിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. കഞ്ചാവ് 2 പ്ലാസ്റ്റിക് കവറുകളിലാക്കി സൂക്ഷിച്ച നിലയിലായിരുന്നു. കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിലേക്ക് കർണാടക അതിർത്തി വഴിയാണ് പ്രധാനമായും കഞ്ചാവ് എത്തുന്നത്. അതിർത്തി കേന്ദ്രീകരിച്ച് കഞ്ചാവ് കടത്തുന്ന നിരവധി സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സംഘത്തിലെ കണ്ണിയാണ് അസീസ് എന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. പ്രതിയെ ബുധനാഴ്ച വടകര നാർക്കോട്ടിക് കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.